പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ നാടിന് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അനിൽ കുമാർ നമ്മുടെ പുണ്യമായ ഭഗവത്ഗീതയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച വിഷയം. അദ്ദേഹം ഉദ്ദേശിച്ചത് ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 32-ാമത്തെ ശ്ലോകമാണ്. അതിങ്ങനെയാണ്: മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേ അപിസ്യു പാപയോനയഃ സ്ത്രീയോ വൈശ്യാസ്തഥാ ശൂദ്രാസ്ഥേ അപി യാന്തി പരാം ഗതി. പാർത്ഥ, അല്ലയോ അർജുന, ജന്മനാ പാപികളായവർക്കും സ്ത്രീകൾക്കും വൈശ്യന്മാർക്കും അപ്രകാരം ശൂദ്രന്മാർക്കും എന്നിലേക്ക് ഉയരുവാനും അവർക്ക് ഞാൻ പരമമായ ഗതിയെ നൽകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് നൽകുന്നത്? നമുക്ക് ഈ ശ്ലോകത്തെ ഒന്ന് വിശദീകരിക്കാം. ഇതിൽ ആദ്യം തന്നെ പാപയോനി സ്ത്രീ എന്ന് പറഞ്ഞിട്ടില്ല. പാപയോനികൾക്കും സ്ത്രീകൾക്കും വൈശ്യർക്കും ശൂദ്രർക്കും പരമമായ ഗതിയെ ഞാൻ നൽകുന്നു, അവരെ ഞാൻ എന്നിലേക്ക് ഉയർത്തുന്നു. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് പാപയോനിക്കൊപ്പം സ്ത്രീ കൂടി വന്നിരിക്കുന്നത്? അതിനൊപ്പം വൈശ്യനും അതിനൊപ്പം ശൂദ്രനും വന്നിരിക്കുന്നു. അപ്പോൾ എവിടെ ക്ഷത്രിയൻ, എവിടെ ബ്രാഹ്മണൻ? ഇതാണല്ലോ നമ്മുടെ സങ്കടം. കാരണം ബ്രാഹ്മണനും ക്ഷത്രിയനും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സുഖമായിരുന്നു. പക്ഷെ ഇവിടെ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും കാണുന്നില്ല. വൈശ്യനും ശൂദ്രനും സ്ത്രീയുമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പണ്ടേ പറയുന്നത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞ മതമാണ് ഹിന്ദുമതം എന്നൊക്കെയാണ് അതിൻ്റെ ന്യായീകരണവാദങ്ങൾ. നമുക്കിവിടെ നോക്കാം. ഭഗവാൻ അർജുനോട് പറയുന്നു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് കർമ്മത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുവാൻ പരിശ്രമിച്ച ഒരു കമാൻഡർ ഇൻ ചീഫിനെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഉപദേശങ്ങളല്ല, നിർദ്ദേശങ്ങളാണ്. ഇവിടെ ഒന്നാമത്തേത് പാപയോനി. ആരാണ് പാപയോനി? നമ്മൾ നഗരത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. 2 കണ്ണില്ലാത്തവര്, കാലില്ലാത്തവര്, നമ്മൾ പറയാറുണ്ട് പുഴുക്കളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യന്മാർ, അത്രയും ദയനീയമായിട്ട് ജീവിക്കുന്ന ആളുകൾ. ഇനി ഒരു മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണുന്ന ദുരിതക്കയങ്ങൾ, ഒരു RCCയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്യാൻസർ ബാധിച്ച കുട്ടികൾ മുതൽ അങ്ങോട്ടുള്ള ആളുകൾ. എന്താണ് ഇതിൻ്റെ കാരണം? ഇസ്ലാം മതത്തിൽ ഇതിന് പരിഹാരമില്ല, അല്ലെങ്കിൽ അവർക്ക് ഉത്തരമില്ല. കാരണം ഇസ്ലാം മത വിശ്വാസപ്രകാരം അല്ലെങ്കിൽ മതങ്ങളുടെ വിശ്വാസപ്രകാരം ഓരോ മനുഷ്യനും ഫ്രഷായി നിർമ്മിക്കപ്പെടുന്നു. ദൈവം ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അവന് മനുഷ്യനായി ജീവിക്കുവാൻ ഭൂമിയിൽ അവസരം നൽകുന്നു. തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നരകവും ശരിയുടെ അടിസ്ഥാനത്തിൽ സ്വർഗവും കൊടുക്കുന്നു. സ്വർഗവും നരകവും പെർമനന്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കുറെ മനുഷ്യന്മാർക്ക് കണ്ണില്ലാതെ കാതില്ലാതെ ഈ ദുരിതക്കയത്തിൽ അവർ ജനിക്കുന്നത്? അപ്പോൾ MM അക്ബറിന്റെ മറുപടി പറയുന്നത്, കുറെ ആളുകൾക്ക് കണ്ണിന്റെ വില കാണിച്ചു കൊടുക്കുവാൻ ഞാൻ കുറച്ചാളുകൾക്ക് കണ്ണു കൊടുത്തില്ല. കുറെ ആളുകൾക്ക് കാലിന്റെ വില കാണിച്ചു കൊടുക്കുവാൻ ഞാൻ കുറച്ചാളുകൾക്ക് കാല് കൊടുത്തില്ല. അതായത് എനിക്ക് കാലിന്റെ വില പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ അയൽക്കാരന് കാല് കൊടുക്കാത്ത ദൈവം, എനിക്ക് കണ്ണിന്റെ വില പഠിപ്പിക്കാൻ വേണ്ടി എൻ്റെ മറ്റൊരു അയൽക്കാരന് കണ്ണ് കൊടുക്കാത്ത ദൈവം. ഈ ദൈവത്തെ ഞാൻ ആരാധിച്ചാലും അവർക്ക് ആരാധിക്കാൻ കഴിയുമോ? ഈ ദൈവം കരുണാമയനും നീതിമാനുമാണോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കാലില്ലാത്തവനും കണ്ണില്ലാത്തവനും ചെവിയില്ലാത്തവനുമായിട്ട് ജനിപ്പിച്ചിട്ട് ഇത് കണ്ടിട്ട് മറ്റുള്ളവർ പഠിക്കണം എന്ന് പറയുന്ന ദൈവം ആരാധനയ്ക്ക് അർഹനാണോ? ഇവിടെ മറുപടിയുള്ളത് ഹിന്ദുവിന് മാത്രമാണ്. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചാൽ, നിന്റെ പൂർവ്വജന്മത്തിലെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ ഈ ദുരിതക്കയത്തിൽ വന്നു പെട്ടത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്ത് പാപമാണ് ഭഗവാനെ ഇവരൊക്കെ ചെയ്തത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാപയോനി, മനുഷ്യജന്മം ലഭിച്ചിട്ടും മനുഷ്യജന്മത്തിന്റെ ഉദാത്തമായ ലക്ഷ്യത്തെ മനസ്സിലാകാതെ അങ്ങനെ ജീവിച്ച് ഏറ്റവും കഷ്ടപ്പാടിൽ പുനർജനിക്കുന്നതിനെയാണ് പാപയോനി എന്ന് പറയുന്നത്. എന്നാൽ പാപയോനിയിൽ ജനിച്ചാലും നിങ്ങൾ എന്നെ ഭജിച്ച് ആ തലത്തിലേക്ക്, ഭഗവാന്റെ തലത്തിലേക്ക് ഉയരാം. ജനിച്ചു പോയത് പാപയോനിയിലാണെങ്കിലും നിങ്ങൾ അവിടെ തന്നെ കിടക്കേണ്ടതില്ല. കുഴിയിൽ വീഴുന്നത് തെറ്റല്ല, കുഴിയിൽ കിടക്കുന്നതാണ് തെറ്റ് എന്ന് പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ പാപയോനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇനി സ്ത്രീയുടെ ശരീരത്തിൽ കുഞ്ഞിനെ പുറന്തള്ളുന്ന ഭാഗമാണ് യോനി എന്ന് നാം പൊതുവെ പറയുന്നത്. അങ്ങനെയെങ്കിൽ യോനി പൂജ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പല അർത്ഥത്തിലുണ്ട്. അതിന് ജനനേന്ദ്രിയം എന്ന ഭാഗത്ത് ജനിപ്പിക്കുവാൻ കഴിയുന്ന അമൂല്യമായിട്ടുള്ള
ഒരു ശരീരഭാഗമായിട്ട് അതിനെ ദർശിക്കുന്നവരുണ്ട്. ഇപ്പൊ പർവ്വത സ്ഥനമണ്ഡലി എന്ന് പറയാറുണ്ട്. അമ്മയുടെ സ്ഥനങ്ങൾ പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പർവ്വതങ്ങളിൽ നിന്നായതുകൊണ്ട് സമുദ്രവസനേ ദേവി പർവ്വത സ്ഥനമണ്ഡലേ, സ്ഥനമാണ്. പർവ്വതങ്ങളെ സ്ഥനമായി ധരിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമായ മുലപ്പാൽ അമ്മയുടെ സ്ഥനത്തിൽ നിന്ന് ഇറഞ്ഞൊഴുകുന്നത് പോലെയാണ് നദികളെല്ലാം മലകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് എന്ന് പറയുന്ന ആ ഭാവാത്മക സങ്കല്പത്തിലാണ് നമ്മൾ യോനിയെ എടുക്കേണ്ടത്. കേവലമായ ഒരു ലൈംഗിക ഉപകരണമായിട്ട് അരുൺകുമാറിനെ പോലെയുള്ള ആളുകൾ കാണുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പൊ അവിടെ പാപയോനി എന്ന് വെച്ചാൽ ഈ ദുരിതക്കയത്തിൽ ജനിച്ചവർ എന്ന അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ ചോദിക്കാറുണ്ട്, ഈ ഗോവിന്ദച്ചാമി ഏത് യോനിയിലാണ് ജനിച്ചത്? വീരപ്പൻ ഏത് യോനിയിലായിരിക്കും ജനിച്ചത്? പാപയോനിയാണ്. കാരണം അമ്മയുമായി അതിന് ബന്ധമുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമുക്ക് വിവേകാനന്ദ സ്വാമികളുടെ അമ്മയുടെ മുഴുവൻ ചരിത്രവും നമുക്കറിയാം. എന്നാൽ വീരപ്പന്റെ അമ്മയെക്കുറിച്ചോ അതിന്റെ ചരിത്രമോ നമുക്കറിയില്ല. എന്തുകൊണ്ടാണ്? വീരപ്പൻ കുപ്രസിദ്ധനും വിവേകാനന്ദ സ്വാമി സുപ്രസിദ്ധനുമാണ്. ഈ ഭഗവത്ഗീതയിൽ തന്നെ അർജുനെ മിക്കവാറും ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത് പാർത്ഥ എന്നാണ്. പാർത്ഥൻ പൃഥ്വിയുടെ പുത്രൻ, പൃഥ്വി എന്നാൽ കുന്തി, കുന്തിയുടെ പുത്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അമ്മയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ അമ്മയുടെ വയറ്റിൽ ജനിച്ച് യോനിയിലൂടെ പുറത്തേക്ക് വന്നവൻ എന്ന അർത്ഥത്തിൽ നീ പാപയോനിയിൽ ജനിച്ചാലും ആ പാപയോനിയിൽ ജനിച്ച നിനക്കും എന്നിലേക്ക് ഉയരുവാൻ കഴിയും എന്ന് പറയുമ്പോൾ ഈ ടൈപ്പിൽപ്പെട്ട ആളുകളെയാണ് നാം ദുരിതക്കയത്തിൽ എങ്ങനെയാണ് മനുഷ്യനായിട്ട് നമുക്കൊപ്പം ജീവിക്കേണ്ട ആൾ ഈ ഒരു ദുരിതക്കയത്തിൽ ജനിച്ച് ജീവിക്കുന്നത്, ഇതിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്തുവാൻ കഴിയും? നമ്മുടെ ലോക ജനസംഖ്യയിൽ ഒരു 2% ഇങ്ങനെ ദുരിതക്കയത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ? നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ആളുകളെ കാണാറില്ലേ? എന്താണ് ഇതിന്റെ കാരണം? അന്വേഷിച്ചിട്ട് ശാസ്ത്രീയമായ ഒരു മറുപടി നമുക്ക് നൽകുവാൻ കഴിയുമോ? ഒരമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് ജനിച്ച് പുറത്തു വന്നപ്പോൾ വലിയ തല, നമ്മൾ പറയാറുണ്ട് എൻഡോസൾഫാന്റെ ദുരിതക്കയമാണ് കാസർഗോഡ് എന്ന്. അപ്പൊ അവർ അതിന്റെ ദുരിതം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ക്യാൻസർ ബാധിതരായിട്ട് ജനിച്ചപ്പോഴേ പുറത്തേക്ക് വന്ന് ഒരു 4-5 വയസ്സുവരെയൊക്കെ ജീവിച്ച് ആ ദുരിതക്കയത്തിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥകൾ നമ്മൾ കാണുമ്പോൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരാണ് പാപയോനിയിൽ ജനിച്ചു എന്നത്. അപ്പൊ ഇതിന് മറ്റെന്തെങ്കിലും മറുപടി നമ്മുടെ കയ്യിലുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ദൈവം കുറെ ആളുകൾ സൃഷ്ടിക്കുന്നത്? MM അക്ബറിന്റെ മറുപടിയാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? കുറച്ചാളുകളെ നല്ലത് പഠിപ്പിക്കാൻ വേണ്ടി കുറച്ചാളുകൾക്ക് കണ്ണും കാതും കൊടുത്തില്ല എന്ന് പറയുന്നത് യുക്തിഭദ്രമാണോ? അപ്പൊ ഇവിടെ യുക്തിയുണ്ടോ 100% എന്ന് ചോദിച്ചാൽ യുക്തിയുടെ മാനദണ്ഡം കൊണ്ട് എല്ലാത്തിനെയും അളക്കുവാൻ കഴിയില്ല. അപ്പൊ പാപയോനി ഇതാണ്. ഇനി സ്ത്രീയെ എങ്ങനെയാണ് ഇതിനൊപ്പം കൂട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് നാളെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം.